ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 2 ദിവസം പൂർണ്ണമായും അടച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയ കുണ്ടന്നൂർ പാലത്തിൽ ജനങ്ങൾക്ക് യാത്രാ ദുരിതം തന്നെ വീണ്ടും സമ്മാനിച്ചിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെയും ഭരണാധികാരികളുടെയും താൽക്കാലികമായ രീതിയിൽ യാതൊരു വിധത്തിലുള്ള ശാസ്ത്രീയ അടിത്തറയുമില്ലാതെയാണ് ഇവിടെ അറ്റകുറ്റപ്പണികൾ നടത്തിയത് എന്നാരോപിച്ചുകൊണ്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ അരിവറുത്ത് പ്രതിഷേധിക്കുകയാണ്. 48 മണിക്കൂറോളം ഈ പാലം അടച്ചിട്ടുകൊണ്ട് ജനങ്ങളെ ദുരിതത്തിലാക്കിയത് എന്തിനാണെന്നാണ് ഞങ്ങളുടെ ചോദ്യം. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു 48 മണിക്കൂർ 2 ദിവസം സഹിച്ചാലും സുഗമമായൊരു യാത്ര നടത്താമല്ലോ. പക്ഷേ പിറ്റേ ദിവസം നമ്മൾ കണ്ടത് എന്താണ്? 2 ദിവസം കാലാവസ്ഥ അനുകൂലമായിരുന്നു. വെറും ഓട്ടകൾ മണ്ണിട്ട് അല്ലെങ്കിൽ പൊടിയിട്ട് അടക്കാൻ വേണ്ടി 2 ദിവസം അടച്ചിട്ടിട്ട് കബളിപ്പിക്കുകയാണ് ജനങ്ങളെ ചെയ്തത്. അവരും നമ്മളോട് ചെയ്ത ഒരു അരിവറുക്കൽ പരിപാടി ആയതുകൊണ്ടാണ് ഇത്തരമൊരു അരിവറുക്കൽ സമരത്തിലേക്ക് ഞങ്ങൾ നീങ്ങേണ്ടി വന്നത്. ഈ പാലത്തിൽ എന്താണ് കാണിച്ചു വച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ മീഡിയക്കാരും ജനങ്ങളും എല്ലാം ഇന്നലെ രാത്രി തിരിച്ചറിഞ്ഞതാണ്. വെറും പൊടികളിട്ട്, അതായത് 2-3 അതിഥി തൊഴിലാളികളെ വെച്ച് പൊടികളിടാൻ ഇത്രയും 2 ദിവസം കഷ്ടപ്പെടുന്നത് എന്തിനാണ്? ഇതിനൊരു ശാശ്വത പരിഹാരമില്ലെന്നാണ് ഞങ്ങൾക്ക് ഈ സംയുക്ത സമരസമിതിയുടെ ചോദ്യം. ഇതിലും നല്ലത് കുഴി അടക്കാണ്ടിരിക്കണമായിരുന്നു. ആ റോട്ടിലൂടെ വന്നതൊന്നും വണ്ടി ഓടിച്ചു വെച്ച് അറിയാൻ പറ്റും. കുഴി അടച്ചിട്ടല്ല, വെറുതെ ഒന്ന് കാണിച്ചു കൂട്ടിന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഉദ്യോഗസ്ഥൻ പോലും വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നിങ്ങൾ നോക്ക്. അയ്യോ, ഭയങ്കര മോശം കേട്ടോ, ഭയങ്കര മോശം. ഇങ്ങനെയൊന്നുമല്ല, ജനങ്ങളെ പറ്റിക്കണമെങ്കിൽ വേറെ രീതിയിൽ പറ്റിക്കാൻ വേണ്ടി പറയും. ഇവിടുത്തെ സമ്മതിദായകരും ഇവിടുത്തെ നികുതിദായകരും അടക്കുന്ന നികുതികൾ ഒന്ന് കണക്കൂട്ടിയിട്ട് കണക്കില്ലാത്ത നികുതികൾ അടച്ചിട്ടാണ് നമ്മൾ ഈ വർദ്ധിച്ചു വരുന്ന നികുതികൾ ഒരു കുഴപ്പം കൂടെ നടക്കുന്നത്. ഈ നികുതി അടച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം പിടി വീഴും. ഒരു വാഹനം പുതിയതായിട്ട് ഇറക്കുമ്പോൾ റോഡ് ടാക്സ് 15 വർഷത്തെ റോഡ് ടാക്സ് അഡ്വാൻസ് ആയിട്ട് അടച്ചാലേ ആ വാഹനം റോഡിനോട് കൊടുക്കാൻ സംബന്ധിച്ചു. സഞ്ചാരപ്രദമായ റോഡ് ഉണ്ടാക്കി തരുന്നതിനാണ് ഈ അഡ്വാൻസ് ആയിട്ട് റോഡ് ടാക്സ് അടക്കുന്നത്. ഈ റോഡിലൂടെ ഒരു 2 വീലർ ഓടിച്ച് പോകണമെങ്കിൽ, പ്രത്യേകിച്ച് ഒരു പില്ലർ റൈഡ് റോഡ് ഉണ്ടെങ്കിൽ അപകടം ഉറപ്പാണ്. ഈ സർക്കാർ അല്ലെങ്കിൽ ഭരണാധികാരികൾ നടത്തുന്ന ഫോറിൻ ടൂറിൻ്റെ, വിദേശ ടൂറിൻ്റെ ഒരു 2% വരുന്ന ഒരു എമൗണ്ട് ഈ റോഡ് നന്നാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ അടിപൊളിയായിട്ടുള്ള റോഡ് ഉണ്ടായേനെ. ഇവിടെ ഡച്ച് മോഡലും നെതർലൻഡിൽ പോയി പഠിച്ച് എങ്ങനെ ഇത് സൊല്യൂഷൻ കാണണം എന്ന് പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് എന്താ ചെയ്തത്? ഇതെല്ലാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഫോറിൻ ടൂർ, ഫാമിലി സഹിത ഫോറിൻ ടൂർ നടത്താനുള്ള ഒരു അടവാണ്. കഴിഞ്ഞ 15 വർഷക്കാലമായി പ്രദേശത്തെ ജനങ്ങൾ ഒട്ടേറെ ദുരിതം അനുഭവിച്ചുകൊണ്ടാണ് തേവര കുണ്ടന്നൂർ പാലത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ ജീവനുകൾ ഈ പാലത്തിൽ പൊളിച്ച സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പലതവണ ഒട്ടേറെ രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും ഒക്കെ സമരം ചെയ്തിട്ടാണ് ഇതിൻ്റെ ശോചനീയാവസ്ഥ ഓട്ടയടക്കുന്ന രീതിയിൽ പരിഹരിച്ചിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഒട്ടേറെ സമര പരിപാടികൾ നടത്തി പാലത്തിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി അധികാരികൾ നല്ല രീതിയിൽ ചെയ്യാമെന്ന് ഉറപ്പ് തന്നിരുന്നതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം 2 ദിവസം ഈ പാലം അടച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് PWD ഉദ്യോഗസ്ഥരും ഇവിടുത്തെ അധികാരികളും നടത്തിയിരിക്കുന്നത്. യാത്രാ ദുരിതം, അതിന് പരിഹാരം കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് ജനങ്ങൾ ഒരു ദിവസം തങ്ങളുടെ ജോലികൾ ഉപേക്ഷിച്ചു പോലും ഈ റോഡ് നിർമ്മാണത്തിന്, പാലത്തിലെ അറ്റകുറ്റപ്പണികൾക്ക് സൗകര്യമൊരുക്കിയത്. ജനങ്ങൾ മണിക്കൂറുകളോളം കാത്തു നിന്നുകൊണ്ടാണ് ഇന്നലെ ഒരു ദിവസം മുഴുവൻ ജോലിക്ക് പോകുവാനായിട്ടൊക്കെ ശ്രമിച്ചത്. എന്നാൽ യാതൊരു വിധത്തിലുള്ള ശാസ്ത്രീയ അടിത്തറയുമില്ലാതെ ജനങ്ങൾക്ക് വീണ്ടും വീണ്ടും ദുരിതം സമ്മാനിച്ചുകൊണ്ടാണ് കൊച്ചിയിലെ കുണ്ടന്നൂർ തേവര പാലം വീണ്ടും തുറന്നു കൊടുത്തിരിക്കുന്നത്. ഈ യാത്രാ ദുരിതം പരിഹരിക്കുവാനായി ഭരണാധികാരികൾ ശക്തമായ ഇടപെടലുകൾ നടത്തണമെന്നുള്ളതാണ് ജനങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം. നടപടികളും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് അവർ വെച്ചു പുലർത്തുന്നത്. പ്രതിഷേധം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചി കുണ്ടന്നൂരിൽ നിന്നും ന്യൂസ് ടുഡേക്ക് വേണ്ടി റിഡ്സൺ റബല്ലോ.